കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് പരാതി. ജനിച്ചയുടൻ വാക്സിൻ എടുത്ത കുഞ്ഞിന്റെ തുടയിൽ നിന്നും ഇഞ്ചക്ഷൻ ചെയ്യാൻ ഉപയോഗിച്ച സൂചി കണ്ടെത്തി. മറ്റൊരു ആശുപത്രിയിൽ നടത്തിയ ചികിത്സയ്ക്കിടയിലാണ് സൂചി കണ്ടെത്തിയത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് പിതാവ് ശ്രീജു പറഞ്ഞു. ഇത് ജനിച്ചപാടില്ല BCG ഹെപ്പറ്റൈറ്റിസ് ബിന്റെ വാക്സിൻ എടുത്തു. അപ്പോൾ അന്ന് മുതൽ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അവിടുന്ന് സിസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പഴുപ്പ് വരുന്നു പറഞ്ഞു. നമ്മൾ പിന്നെ അത് വലിയ കാര്യമാക്കിയില്ല. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്ത് അതിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരാൻ തുടങ്ങിയ സമയത്ത് ഡോക്ടറെ കാണിച്ചു തരാം. ഡോക്ടർ വന്നത് അത് അതിൻ്റേതല്ല, പിന്നെ ഇഞ്ചക്ഷൻ എടുത്ത് വാക്സിൻ എടുത്തതായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല എന്ന് പറഞ്ഞു. അത് വേറെ പഴുപ്പാന്ന് പറഞ്ഞിട്ട് അതിനുള്ള ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞു വിട്ടതാണ്. പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ആദ്യത്തെ ഇത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇവിടെ ചെറിയൊരു കുരു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ഓയിൽമെൻറ്റ് തന്നിട്ട് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് അതിനെ മുട്ടിയിട്ട് അടുത്ത ഇത് വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ കുഞ്ഞിപ്പോൾ 2 ആഴ്ചയായിട്ട് ഉറങ്ങുന്നേ ഇല്ല. രാത്രി നല്ല കരച്ചൽ, എന്നിട്ട് നല്ല കാല് തൊടാനും വിടുന്നില്ല. കുഞ്ഞ് തന്നെ അത് മുട്ടും പറയുന്നത്. എന്നിട്ട് ഇന്നലെ പയ്യൻ്റെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ പീഡിയാട്രിഷനെ കാണിച്ച സമയത്താണ് അതിൽ നിന്ന് അവർക്ക് കിട്ടീന്. ഇപ്പം നിലവിൽ ഇന്നലെ മുഖ്യമന്ത്രിൻ്റെ CM പോർട്ടലിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം നാളെ അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കണം, സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യണം. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, തുടർച്ചയായി സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിൽ കുട്ടി ജനിതക തകരാറുകളോടെ തന്നെ ജനിച്ച സംഭവമാണ്. ഇപ്പോൾ ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? സേതുലക്ഷ്മി, ഡിസംബർ 24-ാം തീയതിയാണ് കണ്ണൂർ പെരിങ്ങോത്തെ ശ്രീജു രേവതി ദമ്പതികളുടെ പെൺകുട്ടി ജനിക്കുന്നത്. 24-ാം തീയതി കുട്ടി ജനിക്കുന്നു. 25-ാം തീയതിയാണ് കുട്ടിക്ക് ഹെപ്പറ്റൈറ്റിസുമായി ബന്ധപ്പെട്ട വാക്സിൻ എടുക്കുന്നത്. ഈ വാക്സിൻ എടുക്കുന്നതിനിടയിൽ അതിനുപയോഗിച്ച സൂചി കുട്ടിയുടെ തുടയിൽ കുരുങ്ങിപ്പോയി എന്നതാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്ന പരാതി. ആ കാര്യം അവിടുത്തെ ജീവനക്കാർക്ക്, അതായത് നഴ്സുമാർക്കോ അല്ലെങ്കിൽ ഡോക്ടർമാർക്കോ തിരിച്ചറിയാൻ സാധിച്ചില്ല. പിന്നീട് ആഴ്ചകൾക്ക് ശേഷം ഈ കുട്ടിക്ക് സ്ഥിരമായി ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പയ്യന്നൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ആ സമയത്ത് അവിടെ നിന്ന് ഈ കുട്ടിയുടെ തുടയിലുണ്ടായിരുന്ന മുറിവ്, ഒരു ചെറിയ മുറിവുണ്ടായിരുന്നു, അതിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് വൃത്തിയാക്കുന്നതിന് വേണ്ടി നഴ്സുമാർ അതിനുള്ള പ്രവൃത്തി നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ സൂചി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് കുടുംബം പറയുന്നത്. അത് പ്രകാരമാണ് ഇപ്പോൾ ഈ ചികിത്സാ പിഴവെന്ന ആരോപണം ഉയർത്തി കുടുംബം രംഗത്തെത്തുന്നതും. ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നാളെ പോലീസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പോലീസിലും പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം മെഡിക്കൽ സൂപ്രണ്ടിനുൾപ്പെടെ പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് കുടുംബം ഏതായാലും ഉള്ളത്. അതേസമയം ആശുപത്രി അധികൃതർ ഇക്കാര്യത്തിൽ കൃത്യമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കുട്ടിയുടെ വീട്ടിലെത്തിയടക്കം ഈ ആശുപത്രി അധികൃതർ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മെഡിക്കൽ സൂപ്രണ്ടുമായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇക്കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതേസമയം ഇങ്ങനെ ഒരു കുട്ടിയുടെ തുടയിൽ ഇത്രയും നീളത്തിൽ, അതായത് കുടുംബം ആരോപിക്കുന്നത് 3.7 സെന്റിമീറ്റർ നീളത്തിലുള്ള സൂചിയാണ് ഈ കുട്ടിയുടെ തുടയിൽ നിന്ന് പുറത്തെടുത്തത് എന്നതാണ്. പക്ഷേ അത്രയും നീളമുള്ള ഒരു സൂചി ഈ കുട്ടിയുടെ തുടയിലേക്ക് ഇഞ്ചക്ഷന്റെ ഭാഗമായി കയറാനുള്ള സാഹചര്യം ഇല്ല എന്നതാണ് പ്രാഥമികമായി ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഒരു വിലയിരുത്തലായി വരുന്നത്. കാരണം നിലവിൽ ഉപയോഗിക്കുന്ന ഈ വാക്സിൻ എടുക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ചുകൾ അത് കൃത്യമായി ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്. അതിന് കൃത്യമായ നിയമാവലികളുണ്ട്. ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന സൂചികൾ ഇഞ്ചക്ഷന് ശേഷം കൃത്യമായി അതിനെ ട്രീറ്റ് ചെയ്ത് അതിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ സൂചി ഈ തുടയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിലയിരുത്തൽ വരുന്നത്. പക്ഷേ ഒരു ജനിച്ച ഉടനുള്ള ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാഥമികമായ വിലയിരുത്തലിനും അപ്പുറത്തേക്ക് വിശദമായ അന്വേഷണത്തിലേക്ക് പോകാൻ തന്നെയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ആരുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിക്കഴിഞ്ഞാൽ നടപടിയെടുക്കുമെന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെ ഉള്ളത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വന്നിരിക്കുന്നത്. ഏതായാലും കുടുംബം ആരോപിക്കുന്നത് ഗുരുതരമായ ചികിത്സാ പിഴവ് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ്. അതിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. ശരി നിഖിൽ, കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു. നിഖിൽ അളവൂർ കണ്ണൂരിൽ നിന്ന്.